രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്നുമാണ് ഇപ്പോൾ കെ.പി.സി.സി പുറത്താക്കിയിരിക്കുന്നത്. നേരത്തെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ എം.എൽ.എ തുടരും. പാലക്കാട് എം.എൽ.എ ആയി രാഹുൽ തുടരുകയും ചെയ്യും. എന്തായാലും നേരത്തെ മുതിർന്ന നേതാക്കൾ വി.ഡി. സതീശനായാലും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ശക്തമായ നിലപാട് എടുത്ത സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു സസ്പെൻഷനിലേക്ക് എത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എം.എൽ.എ സ്ഥാനം രാജിവെക്കണമെന്ന ഒരു കർശന നിർദ്ദേശവും ഒപ്പം തന്നെ അത്തരമൊരു നിലപാട് ശക്തമായി എടുത്ത സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ സസ്പെൻഷനിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സസ്പെൻഷനിലേക്ക് നേതൃത്വം എത്തിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേതാക്കളുമായൊക്കെ കൂടിയാലോചിച്ച ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പാലക്കാട് ഇപ്പോൾ എം.എൽ.എ സ്ഥാനം രാജിവെച്ചാൽ ഒരുപക്ഷെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും. അത് കോൺഗ്രസിന് വലിയ രീതിയിൽ തിരിച്ചടിയാകും. ബി.ജെ.പി അടക്കം A+ മണ്ഡലമായി കാണുന്ന പാലക്കാട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് ബി.ജെ.പി കൂടുതൽ ഗുണകരമാകുമെന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തൽക്കാലം എം.എൽ.എ സ്ഥാനം രാജിവെക്കേണ്ട, പകരം സസ്പെൻഡ് ചെയ്ത് പ്രശ്നം ഒതുക്കി തീർക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ തൽക്കാലം എം.എൽ.എ സ്ഥാനം രാജിവെക്കേണ്ട, പകരം ഇത്തരമൊരു എം.എൽ.എ സ്ഥാനം രാജിവെക്കുന്നതിന് പകരം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചാൽ മാത്രം മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കളും ഒപ്പം തന്നെ വനിതാ നേതാക്കളും അടക്കം ഈ സ്ഥാനത്ത് എം.എൽ.എ സ്ഥാനത്ത് തുടരാൻ രാഹുൽ മാങ്കൂട്ടം യോഗ്യനല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു. അത്തരം പറഞ്ഞവർക്കെതിരെ അടക്കം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ പുറത്തു വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിലായി മുഖം രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തെ തൽക്കാലം സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖം രക്ഷിക്കുന്ന നടപടിയിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ മാത്രമാണ് രാഹുൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നത്. അവന്തിക വിഷയത്തിൽ മാത്രമാണ് ഒരു വിശദീകരണം നൽകാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറായത്. മറ്റൊരു വിഷയത്തിലും അദ്ദേഹം പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.